സോ കുറേ ജേർണി ആയല്ലേ, നമ്മൾ കുറേ വീഡിയോ ഇട്ടു. കൺഫ്യൂഷനിൽ നിന്ന് ക്ലാരിറ്റി എത്തി, ക്ലാരിറ്റിയിൽ നിന്ന് സസ്റ്റൈനബിലിറ്റി എത്തി, ഫെയിലിയേഴ്സ് കണ്ടു, ലോൺലിനെസ് കണ്ടു. കുറേ വീഡിയോസ് ഞാൻ ഇതിനെപ്പറ്റി ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. ഇന്ന് ഞാൻ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി റുട്ടീനെയൊക്കെ പറ്റി പറഞ്ഞു, ഗോൾ സെറ്റിങ്ങിനെ പറ്റി പറഞ്ഞു, ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇതെല്ലാം ഇവിടെ എത്തേണ്ടത് റിസൾട്ടിലേക്ക് എത്തേണ്ടതല്ലേ. നമ്മുടെ ബിസിനസ്സിന് റിസൾട്ടാണ് വേണ്ടത്. സോ ഈ റിസൾട്ട് എന്ന് പറയുന്നത് എല്ലാ ബിസിനസ്സിനും പല ടൈം പീരീഡ് എടുക്കും. ചിലവർക്ക് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ തന്നെ റിസൾട്ട് കിട്ടും, ചിലവർക്ക് 1 month എടുക്കും, 1 year എടുക്കും. ഓരോ ബിസിനസ് അനുസരിച്ച് മാറും. സോ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാൻ, നമ്മൾ ഉണ്ടാക്കുന്ന ഡിസിഷൻസ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഹാപ്പിനെസ് റിസൾട്ട് വന്നിട്ട് ഹാപ്പി ആവാം എന്ന് പറഞ്ഞിരിക്കരുത്. ദാറ്റ്സ് എ റോങ് മൂവ്. ദാറ്റ് വോണ്ട് ഹെൽപ്പ് യു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യമേ നമ്മുടെ മൈൻഡിനെ പേഷ്യൻസ് എന്ന് പറഞ്ഞൊരു സാധനം ബിൽഡ് ചെയ്യാനായിട്ട് അഡാപ്റ്റ് ആവുക. ഇഷ്ടംപോലെ മിസ്റ്റേക്സ് ഉണ്ടാവും, ഇഷ്ടംപോലെ ലേണിങ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടും, ഇഷ്ടംപോലെ അൺപ്ലാൻഡ് സിറ്റുവേഷൻസ് ഇതിനകത്ത് വരും. ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യാൻ വില്ലിംഗ് ആണെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആദ്യമേ ബിൽഡ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ ബിൽഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പേഷ്യൻസ്. റിസൾട്ട് എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ട് ഹാപ്പി ആവാം, അക്കൗണ്ടിൽ പൈസ വന്നിട്ട് ഹാപ്പി ആവാം എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ദിസ് ജേർണി വിൽ ബി സോ മച്ച് ഡിഫിക്കൾട്ട് ഫോർ യു. അപ്പോൾ ഈ പറഞ്ഞ പേഷ്യൻസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ പാരലലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ പേഷ്യൻസ് ബിൽഡിങ്ങിനും ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് സെഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കോ ഫൗണ്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സ്, നിങ്ങൾ എങ്ങനെയാണോ അതിൽ നിങ്ങളുടെ ഒരു വൈബ്, നിങ്ങൾ എങ്ങനെയാണ് ഇവരുടെയൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത് എന്നുള്ള അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഈ ഒരു പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യുക, ഇതുമായി സിങ്ക് ആവുക, ഹാപ്പിനെസ് ഫിഗർ ഔട്ട് ചെയ്യുക എന്നുള്ളതെല്ലാം ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. സോ കീപ്പ് ഇൻ മൈൻഡ് ടു ബിൽഡ് പേഷ്യൻസ് പാരലലി. ഇതിനെല്ലാം കൂടുതൽ ടൈം എടുക്കുന്ന കാര്യമാണെന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചലഞ്ചസ് വരുമെന്നുള്ളതും നിങ്ങൾ മൈൻഡിനെ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതാണ്. ഈ പ്രിപ്പറേഷൻ ആക്ച്വലി ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് വഴിയാണ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വന്നെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും. ബിക്കോസ് നിങ്ങൾ തനിയെയാണ് ഇതെല്ലാം ചെയ്തു തുടങ്ങിയെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റേജസ് എല്ലാം ഓവർകം ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്നത്, വിച്ച് മീൻസ് യു ആർ സ്ട്രോങ് ആവും. നിങ്ങൾക്ക് നല്ല വിൽ പവറും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഓൾറെഡി ഡെവലപ്പ് ആയിട്ടുണ്ടാവും. That is going to help you to move forward. So patience building is also an important thing. Stay tuned for the next video. നിങ്ങൾ എങ്ങനെയാണ് പേഷ്യൻസ് നിങ്ങൾ ബിൽഡ് ചെയ്തത്, നിങ്ങൾ ഈ പറഞ്ഞ ചാലഞ്ചസ് ഒക്കെ എങ്ങനെയാണ് രീതിയിൽ ഓവർകം ചെയ്തത് എന്നുണ്ടെങ്കിൽ, വേറെ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഹിയർ സോ ദാറ്റ് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ എവരിവൺ.